ഫ്രണ്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ വ്ളോഗിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വ്ളോഗാണ് 2025 ജനുവരി 1 ഇന്ന് ന്യൂ ഇയർ ആണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമ്മൾ രാവിലെ അല്ല കേട്ടോ, ഒരു 12 മണിക്ക് ആവാറായി, ഉച്ച സമയമായി. അപ്പോഴത്തേക്കിനും ഞാൻ ഒരു 11 മണിക്കാണ് എഴുന്നേറ്റത്. ഞാനും അമ്മയും കൂടി ഇന്നലെ രാത്രി കളിച്ച് പിന്നെ ഞങ്ങൾ 12 മണിക്കാണ് കിടന്ന് ഉറങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ച് ഞാൻ അങ്ങനെ കിടന്നു. പിന്നെ നമ്മൾ പാർക്കിൽ പോകുന്നുണ്ട്. ഇന്നലെ അമ്മ പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോകാം. ഞാൻ വേണ്ട അമ്മ പോകണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പാർക്കിൽ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ചെറിയ തുമ്മലൊക്കെ ഉണ്ട്. നമ്മൾ കിഡ്സ് പാർക്കിലാണ് പോണത്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നലെ കാർ എഴുതുന്നതാണ്. ബേബീനെ ഞാൻ നിൽക്കുന്നത് കാണിച്ചു തരാം. ഹലോ ബേബി. ഫ്രണ്ട്സ്, ബേബി ഇവിടെ ഉണ്ട്. അതിന് ഇവിടെ ബാക്കിൽ നിൽപ്പുണ്ട്. ഹലോ, ഹാപ്പി ന്യൂ ഇയർ മെമ്മോസ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ചെരുപ്പിട്ടു കേട്ടോ. ഫ്രണ്ട്സ്, അമ്മേനെ കാണിക്കല്ലേന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇപ്പൊ കാണിക്കണില്ല തൽക്കാലത്തേക്ക്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഗണപതിയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഫ്രണ്ട്സ്, ഇത് വാവ നട്ടതാണ്. പുതിനയില, മല്ലിയുണ്ട് പുതിനയിലയുണ്ട്. ആ പറഞ്ഞു നമുക്ക് ഫ്രഷ് ആയിട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. ആവേശത്തിന് ഏറിയിരുന്നുണ്ട്. നല്ലതായിട്ട് പൊള്ളി കിട്ടോ. ഫ്രണ്ട്സ് ഓടിപ്പോകും. ഫ്രണ്ട്സ് ആവേണ്ടി നോക്കി തൊഴുതൊക്കെ കളിച്ചു കിട്ടോ. ഡാൻസ് പോലെ കാണിച്ചായിരുന്നു. ഞാൻ വിളിച്ച് വീഡിയോ എടുക്കണമെന്നുകൊണ്ട് ഓടിപ്പോയി. ചെറിയൊരു ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ക്യാമറ ഓൺ ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു. എൻ്റെ ബോ വെക്കട്ടെ. എൻ്റെ മാസ്റ്റർ പീസ് ബോയാണ്, എൻ്റെ ഫേവറേറ്റ് ബോയാണ്. അയ്യോ, ഒറ്റ കൈയുള്ള എങ്ങനെ വെച്ചു. നമുക്ക് അടുത്ത അകത്തോട്ട് പോവാം. സാബി ബേബി, ഹലോ. ഇല്ല, ഇതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ഇതോ അതിന്റെ മോളിൽ നിൽക്കുന്ന പച്ചക്കുട്ടി ഏതോ കൊള്ളാലോ. അയ്യോ, തമ്പ്യച്ചാച്ചൻ ആഡായേ. സൗദിയിൽ നിന്ന് വിളിക്കുന്ന തമ്പ്യച്ചാച്ചൻ, ദുബായിൽ നിന്ന് വിളിക്കുന്ന ബേബി. ഹാപ്പി ന്യൂ ഇയർ. ചാനൽ ലൈക്ക് ചെയ്യണേന്ന് പറ. ചാനൽ ലൈക്ക് ചെയ്യണേന്ന് പറ. ചാനൽ ലൈക്ക് ചെയ്യണേന്ന് പറ. ലൈക്ക് ചെയ്യണേന്ന് പറ. ഫ്രണ്ട്സ്, അഞ്ഞ എനിക്ക് രസം തന്നെ. ഞാൻ കഴിച്ചു നോക്കട്ടെ. കുറച്ച് എരിയുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അമ്മ കാറൊക്കെ കഴുകി കുളിച്ചിട്ട് വന്നു. ഞാൻ ഇവിടെ കുറേ നേരമായിട്ട് കിടക്കുമായിരുന്നു. കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കുളിക്കാൻ പറ്റാവും. ഞാൻ പറഞ്ഞു അമ്മ ഞാൻ മേല് കുളിക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു മേല് കുളിച്ചാൽ പറഞ്ഞു. ഫ്രണ്ട്സ്, എൻ്റെ കോലം കണ്ടു. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പോലെ ഉണ്ട് എന്നെ കാണാൻ. ഫ്രണ്ട്സ്, അമ്മ എന്നെ ഇനി എന്തായാലും പോയി കുളിച്ചിട്ട്. അമ്മ എൻ്റെ അവനെ ഒന്നെടുത്ത്, സ്വീറ്റിനെ ഒന്നെടുത്തേ. ഉടുപ്പ് ഞാൻ ഇട്ട് കൊടുത്തു സ്വീറ്റിക്ക്. സ്വീറ്റിയുടെ തൊപ്പിയൊക്കെ അമ്മാമ രാവിലെ വെച്ചു. ഫ്രണ്ട്സ്, ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ ബറോസിലെ ഒരു ദുർമന്ത്രവാദി ഇല്ല, അത് ബോയ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു അമ്മ സൗണ്ട് ഇറക്കി വീഡിയോ എടുക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്വീറ്റ് പൊന്ന്. കുറേ നാളായിട്ട് അവനൊരു പേർപ്പിൾ ഉടുപ്പായിരുന്നു ഇട്ടത്, ലൈറ്റ് പേർപ്പിൾ. അപ്പം ഞാൻ ഉടുപ്പ് ഇന്നലെ രാത്രി മാറ്റിച്ചു കേട്ടോ. ന്യൂ ഇയറൊക്കെ അല്ലേ, അപ്പോൾ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഞാൻ ടൂറാൻ വാങ്ങിച്ച തൊപ്പിയാണ്. നമ്മുടെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ടൂർ പോകാൻ. ഇവൻ്റെ പേര് ഞാൻ ഇട്ടതല്ല, സ്വീറ്റീന്.
ഞാൻ കാണിച്ചു തരാം. ഇവൻ്റെ ഉടുപ്പ് പൊക്കിയാൽ കാണാൻ പറ്റും. സ്വീറ്റ് എന്നാണ് ഇട്ടേക്കുന്നത്. സ്വീറ്റിന്ന് ഞാൻ ആക്കിയതാണ്. സ്വീറ്റി നല്ല പേരാന്ന് തോന്നി. അപ്പം സ്വീറ്റ് മാറ്റി ഞാൻ സ്വീറ്റി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പട്ടിക്കുട്ടിയെ പോലെ കാണാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഫുൾ രോമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടെഡീനെ. ഇവൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് നിർത്തിയത്. ഞാനിട്ട ഉടുപ്പൊക്കെ കഴുകണമെങ്കിൽ ഇതും കൂടി ഇവനും കൂടി ഇടിപ്പിച്ചിട്ടേ ഞാൻ കഴുകാറുള്ളൂ കേട്ടോ. അപ്പം ഈ ഉടുപ്പായിരിക്കും ഇനി അവൻ ഇടാൻ പോകുന്നത്. എൻ്റെ ഈ ഉടുപ്പായിരിക്കും ഇന്ന് അവൻ ഇടാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് ഞാനിത് ഇവനെ നാളെ ഉരിപ്പിച്ചിട്ട് ഞാൻ ഇന്നിട്ട് ഉടുപ്പ് വീണ്ടും ഉരിപ്പിക്കും. അങ്ങനെയാണ് ഞങ്ങൾ പുതിയ മാനാവാൻ പോവാണ്. അല്ലേ പറഞ്ഞ പുതിയ മാനാവാൻ പോവാണ്. ഇത് സ്വീറ്റി ഗേളാണ്, ബോയ് അല്ല. തൊപ്പി ഇല്ലാണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾക്ക് 2 ചെവിയുണ്ട്. ഞാൻ ഈ തൊപ്പി ഇവനെ കുട്ടപ്പി വെച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, ഈ തൊപ്പി ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ടൂർ കൊണ്ടുപോയിട്ട് ഇത് ബാഗിൽ നിന്ന് എടുത്ത പോലും ഇല്ല കേട്ടോ. വണ്ടൂറയിൽ ബാഗ് പോലും കൊണ്ടുപോയില്ല. അപ്പം വെള്ളമൊക്കെ അവരവിടുന്ന് തന്നു. അപ്പം കണ്ടോ, ഇതാണ് നമ്മുടെ സ്വീറ്റിക്കുട്ടൻ. ഇനി എന്തായാലും ഇവൻ റെഡിയായി. ഇവൻ നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്നില്ല, അത് വേറൊരു കാര്യം. ഇവനെ ഞാൻ ചോറൊക്കെ കഴിപ്പിച്ച് അവിടെ ഇരുത്തണം. പിന്നെ നമ്മൾ റെഡിയാവാൻ പോകണം. ഫ്രണ്ട്സ്, അപ്പം ഞാനിനി കുളിച്ചിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്തായാലും റെഡി ആയിട്ട് കാറിൽ കയറി നമ്മൾ നേരെ അമ്മാമേനെയും കൂടി വിളിക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമ്മളെന്തായാലും ലാഡിവേയിലോട്ട് പോകാൻ പോവാണ്. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. പിന്നെ ഒരുമാതിരി മറ്റേ മാജിക് മാനൊക്കെ പോലുണ്ട്. തലയിൽ തൊപ്പിച്ചിട്ട് തൊപ്പി അഴിച്ചിട്ടുണ്ട്. തൊപ്പി അമ്മാമ ഹായ് പറ. ഹായ്. അമ്മാമ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോക്ക് ഹായ് പറയുന്നത്. ഇവിടെ NS ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ്. ഞാനവിടെ വെറുതെ പോസ്റ്റ് ആയിട്ടിരുന്നു കേട്ടോ. മറ്റേ ഇവരായിരുന്നു പോസ്റ്റ്, ഞാനായിരുന്നു പ്രശ്നം പോസ്റ്റ്. അമ്മാമ ഫ്രണ്ടിൽ അപ്പൊ ഫ്രണ്ട് നല്ല ചൂടുണ്ട്. ഇവർ രണ്ടുപേരും ഓരോ പണി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന്. ഞാൻ വീണ്ടും പോസ്റ്റായി ഫ്രണ്ട്സ്. പോസ്റ്റായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്ന കിഡ്സ് പാർക്കിലേക്കാണ്. അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ലിപ്സ്റ്റിക് ഇടുകയാണ്. കിഡ്സ് പാർക്ക് എത്തിയിട്ടാണ് ഫ്രണ്ട്സ്. നമ്മുടെ പ്ലാനിൽ ഒരു ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പം നല്ല വെയിലുണ്ടെന്ന് നമ്മൾ കിഡ്സ് പാർക്കിൽ പോകാൻ വേണ്ടി. ഇപ്പം നല്ല വെയിലായിരിക്കൂലേ അമ്മാമേ? ഒരു മിനിറ്റ്. അപ്പം അമ്മാനെ കൊണ്ട് ഭയങ്കര ശല്യം, വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. ത്രെഡ് ചെയ്ത് അവിടെ കുട്ടപ്പയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാന് മാറ്റാന്ന് വെച്ചാൽ ഇപ്പം നല്ല വെയിലാണ്. അപ്പോൾ പാർക്കിൽ നമുക്ക് ഇപ്പം പോകാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്തായാലും മാക്സിൽ കയറണം. മാക്സിൽ കയറിയിട്ട് നമ്മൾ പാർക്കിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഓക്കെ, അവിടെ നടന്നിരിക്കുന്നത് എന്തായാലും അമ്മ നോക്കിയാൽ പിങ്കിൻ്റെ നമ്മൾ അന്ന് ഒരു മാക്സിൻ അല്ലേ വാങ്ങിച്ചത്. സോക്സ് വേണേ നോക്കാം മിമ്മു. നടപടിയുണ്ടോ?
ചോദിച്ചു നോക്കണേ. ഇത് കുറച്ചുകൂടി ഇതാ സുഖമാണ്. അപ്പൊ അതെ പിങ്കോ ഏതാ? പിന്നെ പിങ്ക് മതിയോ? അപ്പൊ പിങ്ക് എടുത്തോ. അപ്പൂൻ്റെ ഇഷ്ടമുള്ള സെലക്ട്. ഏത് വേണം? ബ്ലാക്ക്. അത് രണ്ടും 8-9. അതിടും ബ്ലാക്ക് മതിയോ? അപ്പം ഫ്രണ്ട് നമ്മളെന്തായാലും മാക്സി കയറിയപ്പോൾ ഞാൻ അമ്മയുടെ ഫോൺ കൊടുത്തു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഫോൺ എടുത്തത്. നമ്മൾ ഇനി എന്തായാലും കിഡ്സ് പാർക്കിലേക്ക് പോവാണ്. അപ്പം ഫ്രണ്ട് നമ്മുടെ പ്ലാൻ വീണ്ടും മാറിയിരിക്കുകയാണ്. നമ്മളിപ്പം കിഡ്സ് പാർക്കിൽ പോകാന്ന് പറഞ്ഞ് വന്നിട്ട് കിഡ്സ് പാർക്ക് അല്ല, ഇപ്പം നമ്മൾ KFCയിലാണ് കേട്ടോ ഉള്ളത്. നമുക്കിങ്ങനെ KFCയുടെ അടുത്തെത്തിയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട് നമ്മൾ KFCയിലെത്തി. അപ്പോഴാണ് അറിയത് ഇത് ബുധനാഴ്ചയാണെന്ന്. അപ്പോൾ ഇവിടെ KFCയിൽ ഓഫർ ഉണ്ടായിരുന്നു. 15 പീസിൻ്റെയും 10 പീസിൻ്റെ. നമ്മൾ 15 പീസിൻ്റെ ഓർഡർ ചെയ്തു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ പീസസ് ഒക്കെ വന്നിട്ട് അപ്പോഴൊന്ന് കഴിക്കുകയാണ്. ഓൾറെഡി കഴിച്ചിട്ടുണ്ട് ഇച്ചിരി. ഞങ്ങൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ കോൾഡ് കോഫിയും പെപ്സി ഓർഡർ ചെയ്തു. കോൾഡ് കോഫീനെക്കാട്ടി ഭേദം എന്ന് പറയാൻ പെപ്സി. കോൾഡ് കോഫി സത്യം പറഞ്ഞാൽ നല്ല വെള്ളം പോലെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ എന്തായാലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന സ്കൂളിൽ ദിവസം ക്യാൻറ്റീനിൽ കുറച്ച് ഷോപ്പായി. പാർട്ടിക്കൊന്നല്ല, സെലിബ്രേഷൻ ഒന്നല്ല, എല്ലാവരും ഒരു ഫ്ലോപ്പർ കുടിച്ചാൽ നല്ല വരിക്ക് കൊടുത്തത് ശരിക്കും ഒരു വെള്ളം പോലെ ഒരു കാപ്പൊടിയുടെ ഐസ് മാത്രം. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമ്മൾ എന്തായാലും KFCന്ന് ഇറങ്ങി. നമ്മളിങ്ങനെ ഒരു 6 സമയമൊക്കെ ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം വെയിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഇതൊക്കെ വരണ്ടേ, അതിന് വെയിറ്റ് ചെയ്തിരുന്നു. എന്താ പറയുക, നമ്മളൊരു 6-4 ഒക്കെ ആയി. നമ്മളിനി എന്തായാലും ഇനി പ്ലാൻ മാറ്റിയിട്ട് നോക്കി പാർക്കിൽ മാത്രമേ പോവാറുള്ളൂ, ഇല്ലേ അമ്മ? ഇനി എന്തായാലും പ്ലാനിന് മാറ്റമൊന്നുമില്ല. പാർക്കിൽ പോകുന്നു, കളിക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പൊ മിമോസിന്റെ ഹാപ്പി ന്യൂ ഇയർ ഇതായിരുന്നു. ബാക്കി എറണാകുളത്ത് നാളെ. ഫ്രണ്ട്സ്, നമ്മുടെ ന്യൂ ഇയർ എന്തായാലും ഞങ്ങൾ ഈ ഒരിക്കലും അവിടെ ഇരുന്ന് ഉറങ്ങി മടിച്ച്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മടിയുണ്ടോ? മടിയുണ്ടെങ്കിൽ താഴെ കമന്റാണ്. ഞങ്ങൾക്ക് പിന്നെ വീട്ടിലെ ആർക്കും മടിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, എപ്പോൾ വിളിച്ചാലും വന്നോളും. ഞാൻ കളിയാക്കി പറഞ്ഞതൊന്നുമല്ല കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇനി എന്തായാലും കിഡ്സ് പാർക്ക് എത്തിയിട്ട് കാണാം. അമ്മാമ ഹായ് പറ. ഞാൻ മന്ത്രവാദിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് എന്തായാലും അപ്പം കാണാം. ഞാൻ കരഞ്ഞില്ല, എന്നിട്ട് സ്പീഡാക്കി ഞാൻ കുനിഞ്ഞിരുന്നായിരുന്നു. ഇല്ല, തന്നെ ഇടാൻ പറ്റില്ല. വാശിയാന്നല്ലേ പറഞ്ഞേ? അവള് വന്നതായിരുന്നു, നീ പറഞ്ഞപ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് മറ്റേ കൈ ഇങ്ങോട്ട് നീക്കിപ്പിടി, എന്നിട്ട് ആ കാല് വേ, മറ്റേ കാല് വേ, ഇങ്ങോട്ട് നീക്കിപ്പിടി, കൈ ഫ്രണ്ടിൽ പിടിക്കാം. നടുകൊട്ടി ഛർദിക്കാൻ
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെന്തായാലും ഇറങ്ങി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് എൻ്റെ മുഖത്ത് ഇതെന്ന്. ഞാൻ വീണു ഫ്രണ്ട്സ്. അമ്മ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടാവും. ആ റൈഡിൽ കയറി ഞാനൊരു വട്ടം പോലെ ഇരിക്കുന്ന റൈഡിൽ കയറി. ആദ്യം കയറിയിട്ട് മതിയാവാൻ ഓവർ കോൺഫിഡൻസ് കൊണ്ട് അമ്മ പറഞ്ഞ് കയറണ്ടെന്ന്. വീണ്ടും ഞാൻ കയറിയപ്പം കയറിയപ്പോൾ ഞാൻ നടുക്ക് വെച്ച് വീണു. എന്നെ അമ്മ പിടിച്ചു. എൻ്റെ ശ്വാസം നിന്നു. അമ്മ അയ്യോ എന്ന് വെച്ച് ഫ്രണ്ട്സ് ഇതില് എൻ്റെ സ്കൂളിന്റെ ബോർഡ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതിൽ ഏറ്റവും കോമഡി ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ വണ്ടിയുടെ താക്കോല് ഇങ്ങനെ കൂർത്തിരിക്കുകയായിരുന്നു. ഞാൻ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് ബാക്ക് നല്ല വേദനയുണ്ട്, ഛർദിക്കാൻ വരുന്നുണ്ട്. എനിക്ക് ഛർദിക്കാൻ വരുന്നുണ്ട്. പിന്നെ ബാക്ക് അല്ല അതല്ല അതിന്റെ അതിൽ കയറിയിട്ടാ. പിന്നെ ബാക്ക് കുറച്ച് വേദനയുണ്ട്, ബാക്ക് നല്ല വേദനയുണ്ട് ഫ്രണ്ട്സ്. അമ്മ ഒരൊറ്റ കൈ വെച്ചിട്ടാണ് എന്നെ പിടിക്കുന്നത് ഫ്രണ്ട്സ്. എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ കൊതിയാവുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ എന്തായാലും കരിക്കും വെള്ളം കുടിച്ചു കേട്ടോ. കുടിച്ച് എടുക്കാൻ പറ്റില്ല. കുടിച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാൻ പോവാണ്. നമുക്കിനി എന്തായാലും ഒരു അടിപൊളി ഫ്രണ്ട്സ്. അമ്മ ഇവിടെ. അമ്മാമേ വീഡിയോ എടുക്കുവാണേ ഫ്രണ്ട്സ്. അമ്മ ചെറിയൊരു ഇതുണ്ടാക്കി ബഹളം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ എന്തായാലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മൈ മിമൂസ്. ബൈ.